അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹിന്, പണയം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പണയം ഒരു വലിയ സഹായമാണ്. ആളുകളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വലിയ ഉപകാരമാണെന്നൊക്കെ പറഞ്ഞല്ലോ. പണയം സഹീഹ് ആണ്. എന്താ പണയം എന്ന് പറഞ്ഞാൽ? വിൽക്കാൻ പറ്റുന്ന ഒരു സാധനത്തെ വാങ്ങിയ കടത്തിന് ഈട് വെക്കുക. നമ്മളൊരു 1000 റുപ്യ കടം വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഉറപ്പ്? ഞാൻ നിങ്ങളടുക്ക് എൻ്റെ ഒരു വാച്ച് തരിക. അപ്പോൾ ഈ 1000 തന്നിട്ടില്ലെങ്കിലോ ഈ വാച്ച് എനിക്ക് വിൽക്കാം, ഈടാക്കാം. യസിഹു റഹ്നുൻ, പണയം സഹീഹാണ്. വഹുവാദ് ജായിലു ഐനിൻ, ഒരു വസ്തുവിനെ ആക്കലാണ്. യജൂസ് ബൈഉഹ, വിൽക്കാൻ പറ്റുന്നതായ ഒരു വസ്തുവിനെ ആക്കുക. വസീഖത്തൻ, ഈടാക്കുക, ഉറപ്പാക്കുക, ഒരു വിശ്വാസത്തിന് വേണ്ടിയുള്ള വസ്തുവാക്കുക. എന്തിനു പകരം? ബിദൈനിൻ, ഒരു കടത്തിന് പകരം. യുസ്തൗഫ, ആ കടം വസൂലാക്കാം. മിൻഹ, ആ വസ്തു വിറ്റിട്ട്. ഇന്ദ തഅദ്ദുരി വഫാഇഹി, അല്ലെങ്കിൽ യുസ്തൗഫ, ആ കടം ഈടാക്കാം. മിൻഹ, ആ വസ്തുവിൽ നിന്ന് പറഞ്ഞാൽ വസ്തു വിറ്റിട്ട്. ഇന്ദ തഅദ്ദുരി വഫാഇഹി, കടം വീട്ടൽ പ്രയാസമാകുന്ന സന്ദർഭത്തിൽ. തഅദ്ദുർ എന്ന് പറഞ്ഞാൽ പ്രയാസം. ഫലാസിഹു റഹ്നു വഖഫിൻ, വഖഫ് പണയം വെക്കാൻ പറ്റില്ല. കാരണം പിന്നെ അത് വിറ്റ് ഈടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉമ്മി വലദിൻ, കുഞ്ഞ് ജനിച്ച അടിമ സ്ത്രീ. എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീക്ക് ഒരു മകൻ ജനിച്ചു, ഒരു സന്തതി ജനിച്ചു. ഈ അടിമ സ്ത്രീനെ പണയം വെക്കാൻ പറ്റില്ല. കാരണം ഈ അടിമ സ്ത്രീനെ വെക്കാൻ പറ്റില്ല എന്നാണ് നിയമം. ഞാൻ മരിക്കലോടുകൂടെ അടിമ സ്ത്രീ സ്വതന്ത്രയാകും. റഹിനിന് ഈജാബും കബൂലും വേണം. അപ്പോൾ ഈജാബിൻ വ കബൂലിൻ. റഹൻതു, ഞാൻ പണയം വെച്ചു. വർത്തഹൻതു, ഞാൻ പണയം സ്വീകരിച്ചു എന്നൊക്കെ പറയുക. വൈസ്തർത്തു മാ മറഫിൽ ബൈഇ, കച്ചവടത്തിൽ മുമ്പ് പറഞ്ഞതെല്ലാം ഷർത്താണ്. അതെന്തായിരിക്കും? മിനിത്തിസ്വാലിൽ ലഫ്ദൈനി, 2 പദം, ഈജാബും കബൂലിൻ്റെയും പദങ്ങൾ ചേർന്ന് വരണം. അപ്പോൾ തവാഫുഖിഹിമാ മാനൻ, അർത്ഥം കൊണ്ട് യോജിക്കണം. ഞാൻ പണയം വെച്ചു പറയുമ്പോൾ ഞാൻ സ്വീകരിച്ചില്ല എന്ന് അറിയാൻ പറ്റില്ലല്ലോ, യോജിക്കണം. ഏത്തിഹുന ഖിലാഫുൽ മുഅത്താത്തി, പരസ്പരം പദങ്ങളില്ലാതെ, ഈജാബും കബൂലില്ലാതെ വാങ്ങലും കൊടുക്കലും മതിയാകുമോ എന്ന അഭിപ്രായ വ്യത്യാസം ഇവിടെയും വരും. അങ്ങനെ ഈജാബും കബൂലൊന്നും വേണ്ട, വാങ്ങിയാലും കൊടുത്താലും മതി, നേരത്തെ ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ബൈഅൽ അഭിപ്രായം ഉണ്ടല്ലോ. ആ അഭിപ്രായം ഇവിടെയുണ്ട്. ആർക്കാണ് പണയം വെക്കാൻ പറ്റുക? മിൻ അഹ്ലി തബറുഇൻ, ഒരു സാധനം സംഭാവന കൊടുക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക്. അപ്പോൾ ഫലാ യർഹനു വലിയുൻ അബൻ ഖാന ഔ ജദ്ദൻ ഔ വസിയൻ ഔ ഹാക്കിമൻ മാല സബിയിൻ വ മജ്നൂൻ, കുട്ടിൻ്റെയോ ഭ്രാന്തൻ്റെയോ സ്വത്ത് പണയം വെക്കാൻ പറ്റില്ല. കാരണം കുട്ടിൻ്റെ സ്വത്ത് എനിക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ, സംഭാവന ചെയ്യാൻ പറ്റില്ലല്ലോ. ഫലാ യർഹനു വലിയുൻ, ഒരു രക്ഷിതാവിന് പണയം വെക്കാൻ പറ്റില്ല. രക്ഷിതാവ് ആരൊക്കെയാകാം? പറയപ്പെടാൻ പോകുന്ന 4 ആളുകളാകാൻ. അബൻ ഖാന, അയാൾ വാപ്പയാവട്ടെ, ഔ ജദ്ദൻ, ഉപ്പാപ്പയാവട്ടെ, ഔ വസിയൻ, അല്ലെങ്കിൽ വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാവട്ടെ, ഔ ഹാക്കിമൻ, ഭരണാധികാരിയാവട്ടെ. ആരുടെ സ്വത്ത് പണയം വെക്കാൻ പറ്റില്ല? യർഹനൂൻ്റെ മഫൂല് മാല സബിയിൻ വ മജ്നൂൻ, കുട്ടിയുടെയും ഭ്രാന്തൻ്റെയും സ്വത്ത്. ഏതുപോലെ? കമാല യുർത്തഹനുലഹും, അവർക്ക് വേണ്ടി പണയം സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ. കടം കൊടുക്കാൻ പണയം വെക്കാൻ പറ്റൂല എന്നതുപോലെ തന്നെ അവരെ പൈസ കടം കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? മറ്റൊരു സാധനം പണയം സ്വീകരിക്കാനും പറ്റൂല. കമാല യുർത്തഹനുലഹുമ, അവർക്ക് 2 പേർക്ക് വേണ്ടിയും പണയം സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ. റഹന എന്ന് പറഞ്ഞാൽ പണയം വെച്ചു, യുർത്തഹന എന്ന് പറഞ്ഞാൽ പണയത്തിൽ സ്വീകരിച്ചു. ഇഫ്താൻ്റെ വസനല്ലേ. പക്ഷേ പണയം വെക്കാൻ പറ്റില്ല. കുട്ടീൻ്റെ സ്വത്ത് പണയം വെക്കാൻ പറ്റില്ല. കമാല യുർത്തഹനു ലഹുമ ഇല്ലാലി ലറൂറത്തിൻ, എന്തിനു വേണ്ടി ഒഴികെ? ലറൂറത്തിന് വേണ്ടി ഒഴികെ, പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴികെ. ഔ ഗിബത്തത്തിൻ ലാഹിറ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യക്ഷമായ നേട്ടം ഉണ്ടെങ്കിൽ ഒഴികെ. ഗിബത്തത്ത് എന്ന് പറഞ്ഞാൽ നേട്ടം. അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും പണയം സ്വീകരിക്കേണ്ടയോ പണയം വെക്കേണ്ടയോ അത്യാവശ്യമോ അല്ലെങ്കിൽ
ഒരു നേട്ടമോ ഉണ്ടെങ്കിൽ ഫേജൂസ് ലഹു വലിയന് ജായിസാണ് അർറഹ്നു പണയം വെക്കലും വലിർത്തിഹാനു പണയം സ്വീകരിക്കലും. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പണയം വെക്കുന്നതിന് ഉദാഹരണം, കുട്ടിക്ക് ചെലവിന് പൈസക്ക് ആവശ്യമുണ്ട്, അപ്പോൾ കടം വാങ്ങുകയാണ് രക്ഷിതാവ്. വാപ്പ മകനും വേണ്ടി കടം വാങ്ങുകയാണ്, കുട്ടിക്കും വേണ്ടി കടം വാങ്ങുകയാണ്. കുട്ടീൻ്റെ സ്വത്താണ്. അപ്പോൾ കടം കിട്ടണമെങ്കിൽ ഈ കുട്ടീൻ്റെ സ്വത്ത് പണയം വെക്കണം. പറ്റും. കാരണം ഈ കുട്ടിക്ക് എന്തൊക്കെയൊക്കെ വരുമാനങ്ങളുണ്ട്. ആ വരുമാനങ്ങൾ കിട്ടുന്ന സമയത്ത് പണയം വെച്ചാൽ ഈ കുട്ടീൻ്റെ സ്വത്ത് തിരിച്ചെടുത്താൽ മതിയല്ലോ. കായർഹന രക്ഷിതാവ് പണയം വെക്കും പോലെ അലാമാ യഖ്തരിളു അവൻ വാങ്ങുന്ന കടത്തിൻ്റെ പേരിൽ. യഖ്തറല എന്ന് പറഞ്ഞാൽ കടം വാങ്ങി, ഖറദ എന്ന് പറഞ്ഞാൽ കടം കൊടുത്തു. എന്തിനാ കടം വാങ്ങിയത്? ലിഹാജത്തിൽ മുഅനത്തി കുട്ടിയുടെ ചെലവ് ആവശ്യത്തിന് വേണ്ടി. കാര്യമായ ആവശ്യമുണ്ട്. അപ്പോൾ കടം വാങ്ങിയാൽ പിന്നെ അങ്ങനെ തിരിച്ചു കൊടുക്കുക. ലി യുവഫ. അപ്പോൾ ആ കടം വാങ്ങുന്ന വസ്തു വീട്ടാൻ സാധിക്കും, വീട്ടാൻ വേണ്ടി. വഫ എന്ന് പറഞ്ഞാൽ നീട്ടി. വഫ യുവഫി മിമ്മ യുന്തദറു മിനൽ ഖല്ലത്തി പ്രതീക്ഷിക്കപ്പെടുന്ന വരുമാനത്തിൽ നിന്ന്. കുട്ടിയുടെ സ്വത്തോ പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഖല്ലത്ത് പറഞ്ഞാൽ വരുമാനം. അപ്പം ഇന്തദറാണ് പ്രതീക്ഷിക്കപ്പെടുന്ന വരുമാനത്തിൽ നിന്ന് ആ കടം വാങ്ങിയ സ്വത്ത് വീട്ടാൻ വേണ്ടി കുട്ടിക്ക് വേണ്ടി കടം വാങ്ങുക. കടം തരണമെങ്കിൽ പണയം വെക്കണം. അത് കുട്ടീൻ്റെ സ്വത്ത് എന്ത് ചെയ്യുക? പണയം വെക്കും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വീട്ടാൻ മറ്റു മാർഗമുണ്ട്. ബിഹുലൂലുദ്ദീൻ കുട്ടിക്ക് കിട്ടാനുള്ള കടം അവധി ആവൽ കൊണ്ട്. അപ്പോൾ അവധി അടുത്ത മാസം കുട്ടിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുള്ളൂ. ഹുലൂലുദ്ദീൻ കടത്തിന് അവധിയാകുള്ളൂ. അപ്പോൾ അതുവരെ കടം വാങ്ങുക. അതുവരെ കടം കിട്ടാൻ വേണ്ടി പണയം വെക്കുക. ഈ 2 മാസം കഴിഞ്ഞിട്ട് കടം കിട്ടുമ്പോൾ പണയം തിരിച്ചെടുക്കാം. മറ്റൊന്ന്, ചിലപ്പോൾ കുട്ടിൻ്റെ സ്വത്ത് എന്താക്കേണ്ടി വരും? പണയം സ്വീകരിക്കേണ്ടി വരും. കുട്ടിക്കും വേണ്ടി പണയം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ കുട്ടീൻ്റെ സ്വത്താണ് കടം കൊടുക്കുക. അങ്ങനെ കടം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇവിടെ നല്ല കളവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ സ്വത്ത് എന്തായിട്ടുണ്ട്? വിറ്റിട്ടുണ്ട്. പൈസ എപ്പോഴേ കിട്ടുള്ളൂ? 2 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അവധിക്കാണ് വിറ്റത്. അപ്പോൾ ഒരു സാധനം കണ്ട് വാങ്ങി വെക്കുക കുട്ടിക്കും വേണ്ടി, ഒരു വീടിനും വേണ്ടി, ഉറപ്പിനും വേണ്ടി. അതാ വക്കാൻ എർത്തഹിന. രക്ഷിതാവ് പണയം സ്വീകരിക്കും പോലെ കുട്ടിക്കും വേണ്ടി പണയം സ്വീകരിക്കുക. അലാമ യുക്രിലുഹു രക്ഷിതാവ് കൊടുക്കുന്ന കടത്തിൻ്റെ പേരിൽ. കുട്ടീൻ്റെ പൈസ ഒരാൾക്ക് കടം കൊടുക്കുകയാണ്. അപ്പോൾ കടം കൊടുക്കുമ്പോൾ അതിനു വേണ്ടി പണയം സ്വീകരിക്കുക. ഔ യബിഅഹു അല്ലെങ്കിൽ വിൽക്കുന്നതിൻ്റെ പേരിൽ. മുഅജ്ജലൻ ഒരവധിക്ക് വിൽക്കുകയാണ്. ഒരു നിശ്ചിത അവധി പറഞ്ഞിട്ട് വിൽക്കുന്ന ഒരു വിൽപ്പനയുടെ പേരിൽ എന്ത് ചെയ്യുക? പണയം സ്വീകരിക്കുക. കുട്ടീൻ്റെ പേരിലൊരു വീടുണ്ടായിരുന്നു, ആ വീട് വിൽക്കുകയാണ്. അപ്പോൾ ആ വീട് വിറ്റിട്ട് കാശ് 2 മാസം കഴിഞ്ഞിട്ട് തരുള്ളൂ. അപ്പോൾ നമ്മൾ ആ പൈസ തരും എന്നുള്ളതിനൊരു വസീഖത്ത് വേണ്ടേ? അപ്പോൾ ഒരാളോട് പണയം സ്വീകരിക്കുക. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതിൽ? ലറൂറത്ത് നഹ്ബിൻ കവർച്ച ചെയ്യപ്പെടുമെന്ന ബുദ്ധിമുട്ടിന് വേണ്ടിയോ, നഹബി അല്ലെങ്കിൽ പോലത്തിന് വേണ്ടിയോ. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ പണയം സ്വീകരിക്കൽ ജായിസാണ് എന്നുള്ള നിർബന്ധം തന്നെയാണ്. ഈ ലുസൂമിൽ ഇർത്തിഹാൻ ഹീനയിദിന് അന്നേരം പണയം സ്വീകരിക്കൽ നിർബന്ധമാണ്. അഥവാ കുട്ടിയുടെ സ്വത്ത് കടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അവധി വെച്ചിട്ട് വിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ റൊക്കത്തിനെ വെക്കാൻ പാടുള്ളൂ. ഇനി അവധി വെക്കേണ്ട സാഹചര്യം, അവധി പറഞ്ഞ് അവധി പറഞ്ഞിട്ട് വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പണയം സ്വീകരിക്കൽ നിർബന്ധമാണ്. നീ ലുസൂമിൽ ഇർത്തിഹാനഹീന ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പണയം സ്വീകരിക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ ആ സന്ദർഭത്തിൽ പണയം സ്വീകരിക്കുകയും ചെയ്യാം. ഇനി പണയം വെക്കപ്പെടുന്ന വസ്തുവിൻ്റെ നെഹ്ബ് എന്ന് പറഞ്ഞാൽ കവർച്ച, കട്ടുണ്ടോവുക, കവർച്ച. നാട്ടിലൊക്കെ കവർച്ചൊക്കെ ഉണ്ട്. ഇർത്തഹന പണയം സ്വീകരിച്ചു. ഹൈനൈദിൻ അന്നേരം. അക്രല എന്ന് പറഞ്ഞാൽ കടം കൊടുത്തു. യഖ്തറല എന്ന് പറഞ്ഞാൽ കടം സ്വീകരിച്ചു. ഈ പണയം വെക്കപ്പെടുന്ന വസ്തു വായ്പ വസ്തു ആകാൻ പറ്റുമോ? പൊതു സാധനമാകാൻ പറ്റുമോ? പറ്റും. മലൂഖാനത്തിൽ ഐനുൽ മർഹൂനത്തു പണയം വെക്കപ്പെടുന്ന വസ്തുവാണെങ്കിലും ജുസ് അൻ മുഷാ അൻ ഒരു പാർട്ട്ണർഷിപ്പുള്ള
ഭാഗമാണെങ്കിലും എൻ്റെയും ജ്യേഷ്ഠൻ്റെയും എൻ്റെ അനിയൻ്റെയും കൂടെയുള്ള സാധനമാണ്. ഞാനും അനിയനും കൂടി വാങ്ങിയ കാറാണ്. ഇപ്പോൾ മുഷാഅ് എന്നതിന് പറയാം. ഷാഅ എന്ന് പറഞ്ഞാൽ പരന്ന, മുഷാഅ് രണ്ടാൾക്കും ഇടയിൽ പങ്കാളിത്തമുള്ള ഒരു ഭാഗമാണെങ്കിലും ആ ഭാഗത്തെ എൻ്റെ കാറിൻ്റെ പകുതി എനിക്ക് പണയം വെക്കാന്നർത്ഥം. ഔ ആരിയത്തൻ വായ്പയാണെങ്കിലും വൈലം യുസറഹ് ബിലഫ്ലിഹ വായ്പ എന്ന പദം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും, വായ്പ എന്ന പദം വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, വായ്പ സാധനമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പറ്റും. ഉദാഹരണം, ഞാൻ നിങ്ങൾക്ക് ഒരു മാല വായ്പ തരാണ്. നമ്മൾ മാലൊക്കെ വായ്പ വാങ്ങിയായിട്ട് പണയം വെക്കാറില്ലേ? ചിലവരൊക്കെ ബാങ്കിലൊക്കെ പണയം വെക്കൂലേ? കുടുംബക്കാരെ മറ്റൊക്കെ വായ്പ വാങ്ങിയിട്ട് അത് പറ്റുന്നതായി പറയുന്നത്. കാലലഹു ഈ പണയം വെക്കുന്ന ആളോട് പറയും പോലെ, മാലിക്കുഹ ഈ പണയ വസ്തുവിൻ്റെ ഉടമസ്ഥൻ, ഈ മാലൻ്റെ ഉടമസ്ഥൻ, ഇർഹൻഹ നീ അത് പണയം വെച്ചോ, വിദൈനിക്ക നീ വാങ്ങുന്ന കടത്തിന് എന്ന് പറഞ്ഞു. പറ്റും. ലിഹുസൂലി തവസ്തുഖി കാരണം അതുകൊണ്ടും ഒരു വിശ്വസ്തത ലഭിക്കുമല്ലോ. വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണല്ലോ ഈ പണയം വെക്കുന്നത്. ബിഹ അതുകൊണ്ട് തവസ്സുഖ് ഒരു വുസൂഖ് ലഭിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി പണയം കൊടുക്കാൻ പറ്റുമോ? നാണയങ്ങൾ പറ്റും. വായ്പ കൊടുക്കാൻ പറ്റും. യസി ഹിയാറത്തു നഖ്ദി നാണയങ്ങൾ വായ്പ കൊടുക്കൽ സ്വഹിയാകും. സ്വർണ്ണം വെള്ളിയൊക്കെ വായ്പ കൊടുക്കൽ സ്വഹിയാകും. ഇതാരിക്ക പണയം വെക്കാൻ വേണ്ടി. പക്ഷേ ഖിലാഫുണ്ട് അല്ല ലൗജഹി പ്രബലമായ പ്രായത്തിൽ. വൈൻ മനഅന ഇയാറത്തുഹുലി ഗൈരിദാലിക്ക പണയമല്ലാത്തതിന് വേണ്ടി നാണയം വായ്പ കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാലും, വായ്പ കൊടുക്കുന്ന ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഈ നാണയങ്ങൾ വായ്പ കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാലും പണയം വെക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? വായ്പ കൊടുക്കാം. വയസ്സിഹു യാറത്തു നഖദി സ്വർണ്ണം വെള്ളി വായ്പ കൊടുക്കൽ സ്വഹിയാണ്. ലിദാലിക്ക പണയം വെക്കാൻ വേണ്ടി അല്ല ലൗജഹി പ്രബലമായ പ്രായത്തിൽ. അവിടെ ചിലവർ പറയുന്നതിന് വേറെ ഉള്ളതിനൊന്നും പറ്റൂല എന്നാൽ പോലും വൈൻ മനായന നമ്മൾ തടഞ്ഞാലും, നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞാലും, യാറത്തഹു ഈ സ്വർണവും വെള്ളിയും വായ്പ കൊടുക്കാൻ പാടില്ലെന്ന് വായ്പ കൊടുക്കുന്നതിനെ തടഞ്ഞാലും ലി ഗൈരി ദാലിക്ക പണയത്തിന് വേണ്ടിയല്ലാതെ. അപ്പം ചുരുക്കത്തിൽ ഞാൻ വായ്പ വാങ്ങിയ സാധനം പണയം വെക്കാമെന്ന് കിട്ടിപ്പോകും. പക്ഷെ എന്ത് ചെയ്യണം? ആരോടാണോ വായ്പ വാങ്ങുന്നത് അയാളെ സമ്മതം വേണം. ഞാൻ ഒരാളോട് ഇങ്ങനെ ഒരു സ്വർണ്ണം മാല വായ്പ വാങ്ങി അയാളോട് പറയാതെ പണയം വെക്കാനൊന്നും പറ്റില്ല. അത് മാത്രം പോരാ, ആരെടുത്താണ് ഇത് പണയം വെക്കുന്നത് എന്നുകൂടെ ഉടമസ്ഥനോട് പറയണം. ഇപ്പോൾ ബാങ്കിലാണ് പണയം വെക്കുന്നതെങ്കിൽ ഇന്ന ബാങ്കിലാണെന്ന് പറയണം. എന്താണ് കടം, പൈസയാണോ ഡോളറാണോ, അത് എത്ര റുപ്യാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഫേസിഹു റഹുനു മുആരിൻ വായ്പ വാങ്ങപ്പെട്ട വസ്തുവിനെ പണയം വെക്കാൻ പറ്റും. അതിൻ്റെ വിശദീകരണമാണ് അപ്പോൾ മുആർ എന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്തു, മുആർ വായ്പ കൊടുക്കപ്പെട്ട വസ്തു. അപ്പോൾ വായ്പ വാങ്ങപ്പെട്ട വസ്തു പണയം വെക്കൽ സ്വഹിയാണ് ബിഇദ്നി മാലിക്കിൻ ഉടമസ്ഥൻ്റെ സമ്മതപ്രകാരം. പക്ഷേ ബിശർത്തി മഅരിഫത്തിഹി ഉടമസ്ഥൻ അറിഞ്ഞിരിക്കണമെന്ന നിബന്ധനയോടെ അൽ മുർത്തഹിന പണയം സ്വീകരിക്കുന്നവനെ വജിൻസദ്ദൈനി കടത്തിൻ്റെ ഇനവും വഖദ്റഹു അതിൻ്റെ അളവും. അപ്പോഴല്ലേ ഇവന് ഒരു ഉറപ്പ് കിട്ടുള്ളൂ. ഇനി ജവാഹിറിൽ പറയുന്ന ഒരു മസാല ലൗ ഖാല ലഹു, ജവാഹിർ കിതാബിൻ്റെ പേരാണ്. ഒരു വ്യക്തി അവരോട് പറഞ്ഞു, ഇർഹൻ അബ്ദി ബിമാശീത്ത എൻ്റെ അടിമനെ നീ ഒരു സംഖ്യക്ക് പകരം പണയം വെച്ചോ എന്ന് പറഞ്ഞു. ബിമാശീത്ത നീ ഉദ്ദേശിക്കുന്ന ഒരു സംഖ്യക്ക് കടം വാങ്ങിയിട്ട് പണയം വെച്ചോ എന്ന് പറഞ്ഞു. സ്വഹ ഇർഹനഹു അടിമന് പണയം വെക്കാൻ പറ്റും. അക്തറ മിൻ ഖീമത്തി അടിമയുടെ വിലയേക്കാൾ കൂടുതൽ സംഖ്യക്ക് പകരം പണയം വെക്കാം. അടിമക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ
1,00,000 അടിമനെ വിറ്റാൽ കിട്ടുള്ളൂ, ഞാൻ എന്ത് ചെയ്യുക, 1,50,000 റുപ്യ വാങ്ങുക, പറ്റും. യർഹനു പണയം വെക്കാം അക്തറ മിൻ ഖീമതിഹി, അടിമയുടെ വിലയേക്കാൾ അധിക വിലക്ക് പണയം വെക്കാവുന്നതാണ്. ഇനിയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ഉണ്ട്. വായ്പ സാധനം പണയം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ മസ്അലകളുണ്ട്. അതിൽപ്പെട്ട ഒരു മസ്അല, ഒരളവ് നിശ്ചയിച്ചു, ഈ മാല പോയിട്ട് പണയം വെച്ചോ, പക്ഷേ നീ എന്താ വരുന്നത് 50,000 രൂപയിൽ അധികം എടുക്കരുത് എന്ന് പറഞ്ഞു. അയാൾ 25,000-ത്തിനാണ് പണയം വെച്ചതെങ്കിൽ കുഴപ്പമില്ല. വലവ് അയ്യന ഖദറൻ, ഉടമസ്ഥൻ ഒരു സംഖ്യ നിർണയിച്ചു കൊടുത്തു. ഫറഹന ബിദൂനിഹി, അതിൻ്റെ താഴെയുള്ള സംഖ്യ, ബിദൂനിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു താഴെയുള്ള സംഖ്യക്കാണ് പണയം വെച്ചതെങ്കിൽ ജാസ അനുവദനീയമാകും, തിരിച്ചു പറ്റില്ല അധികം സംഖ്യക്ക്. ഇനി പണയം വെക്കാൻ വേണ്ടി മാല കൊടുത്തു, പണയം വെച്ചു, പിന്നെ ഇനി തിരിച്ചു വാങ്ങാൻ പറ്റില്ല, അതിൻ്റെ സമയമാകുമ്പോഴേ തിരിച്ചു വാങ്ങാൻ പറ്റുള്ളൂ. വലാ റുജൂഅലിൽ മാലിക്, ഉടമസ്ഥന് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. ബാദ ഖബ്ദിൽ മുർത്തഹിനി, പണയം സ്വീകരിക്കുന്നയാൾ ഏറ്റെടുത്തതിന് ശേഷം, അല്ല ആരിയത്ത, ഈ വായ്പ സാധനത്തെ സ്വീകരിച്ചതിന് ശേഷം മാലിക്കിന് പിന്മാറാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യം, മറ്റൊരു മസലയും കൂടിയുണ്ട്. എൻ്റെ അടുത്തുനിന്ന് സ്വർണം വായ്പ വാങ്ങി പണയം വെച്ചു, ഈ സ്വർണം നശിച്ചാലോ? അവിടെ ആരുടെ കയ്യിലാണ് നശിക്കുന്നത് നോക്കണം. പണയം വെക്കാൻ വേണ്ടി വായ്പ വാങ്ങിയ ആളെ കയ്യിൽ നിന്നാണോ നശിക്കുന്നത്, പണയം വെച്ച ആളെടുത്തു നിന്നാണോ നശിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മസല വ്യത്യാസപ്പെടും. ശ്രദ്ധിക്കുക. ഒന്നുകൂടെ അർത്ഥം വെക്കുകയാണ്. യസിഹു റഹ്നുൻ, പണയം സഹീഹാണ്. വഹുവ, പണയം എന്നാൽ ജഅലു ഐനിൻ യജൂസു ബൈഉഹാ, വിൽക്കൽ അനുവദനീയമാകുന്ന ഒരു വസ്തുവിനെ ആക്കലാണ്. വസീഖത്തൻ, ഒരു ഈട്, ഒരു ഉറപ്പും ഒരു വിശ്വാസ സംഖ്യയുമാക്കലാണ്. ബിദൈനിൻ, ഒരു കടത്തിന് പകരം. യസ്തൗഫ, ആ കടം വസൂലാക്കും. മിൻഹ, ഈ വസ്തുവിൽ നിന്ന്. ഇന്ന തഅദ്ദുരി വഫാഹി, കടം വീട്ടൽ പ്രയാസമാകുന്ന സന്ദർഭത്തിൽ. ഫലാ യസിഹു റഹ്നു വഖഫിൻ വ ഉമ്മി വലദിൻ, വഖഫും ഉമ്മവലദിനെയും പണയം വെക്കൽ സ്വഹീഹല്ല. ബീജാബിൻ വഖബൂലിൻ കറഹൻതു വർത്തഹൻതു ഇഷ്തർത്തുമാ മറഫിൽ ബൈ, കച്ചവടത്തിൽ പറഞ്ഞതെല്ലാം ഇവിടെയും ഷർത്താണ്. അതെന്താണ്? മിനിത്തിസ്വാലിൽ ലഫ്ളി, ഈജാബിൻ്റെയും ഖബൂലിൻ്റെയും പദങ്ങൾ ചേർന്ന് വരണമെന്നതും. തവാഫുഖിഹി മാ മാനൻ, അർത്ഥത്തിൽ അതിലുണ്ട്, ആശയത്തിൽ അതിലുണ്ടും പൊരുത്തപ്പെടണം എന്നതും. യഅ്തി ഹുനാ ഖിലാഫുൽ മുആത്താത്തി, മുആത്താത്തിൻ്റെ ഖിലാഫ് ഇവിടെയും വരും. ഈജാബും ഖബൂലില്ലാതെ വാങ്ങിയാലും കൊടുത്താലും മതിയോ? മതി എന്നൊരു അഭിപ്രായമുണ്ട്, അവിടെയുണ്ട്. മിൻ അഹ്ലി തബറുഇൻ, ഒരു സാധനം സംഭാവന നൽകാൻ അധികാരമുള്ള വ്യക്തികളിൽ നിന്ന് പണയം സ്വഹിയാകും. വലാ യർഹുനു വലിയുൻ, അപ്പോൾ രക്ഷിതാവിന് പണയം വെക്കാൻ പറ്റൂല. അബൻ ഖാന ഔ ജദ്ദൻ ഔ വസിയൻ ഔ ഹാക്കിമൻ, ഇവരാരാണെങ്കിലും മാല സ്വബിയ്യൻ വ മജ്നൂനിൻ പറ്റൂല. കമാല യുർത്തഹനുഹുമ, അവർക്ക് വേണ്ടി പണയം സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ എപ്പോൾ പറ്റും? ഇല്ലാലി ദറൂറത്തിൻ ഔ ഗൈബത്തത്തിൻ ലാഹിറ, ബുദ്ധിമുട്ടിൻ്റെ സന്ദർഭത്തിലും കാര്യമായ ഒരു നേട്ടം പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിലും ഒഴികെ. ഫയജൂസ്, അങ്ങനെയാകുമ്പോൾ ലഹു, രക്ഷിതാവിന് പണയം വെക്കാം, വലിർത്തിഹാന് പണയം സ്വീകരിക്കാം. അതിന് ഉദാഹരണം, കായർഹനാവൻ പണയം വെക്കും പോലെ. ആലാമായ ഖത്തരിദുലെ ഹാജത്തിൽ മുഅനത്തി, കുട്ടിയുടെ ചെലവാവശ്യത്തിന് വേണ്ടി കടം വാങ്ങുന്ന സംഖ്യക്ക് പണയം വെക്കും പോലെ. എപ്പോൾ അത് എന്ത് കണ്ടിട്ടാണ് പണയം വെക്കുന്നത്? യുവഫാമിമായുന്തറുമിനൽ വല്ലത്തി, കുട്ടിയുടെ സ്വത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സംഖ്യയിൽ നിന്ന് അത് കൊടുത്തു വീട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഔ ബിഹുലൂലിദ്ദൈനി, അല്ലെങ്കിൽ കുട്ടിക്ക് ലഭിക്കാനുള്ള കടം അവധിയാകുമ്പോൾ കൊടുത്തു വീട്ടാൻ വേണ്ടി. വക്കാൻ എർത്തഹിന, കുട്ടിക്ക് വേണ്ടി പണയം സ്വീകരിക്കാൻ പറ്റും പോലെ. അലാമായി യുക്രിദുഹു, കുട്ടിയുടെ സ്വത്തിൽ നിന്ന് അവൻ കൊടുക്കുന്ന കടത്തിൻ്റെ പേരിൽ. ഔ യബിഉഹു, അല്ലെങ്കിൽ കുട്ടിയുടെ സ്വത്ത് വിൽക്കുന്നു, മുഅജ്ജരൻ, ഒരവധി പറഞ്ഞു വിൽക്കുമ്പോൾ അതിനു വേണ്ടി പണയം സ്വീകരിക്കാം. ലറൂറത്തിന് ഹബിൻ, അതെന്തിനാണ് ചെയ്യണത്? നല്ല കവർച്ച നടക്കുകയാണ്, അപ്പോൾ കുട്ടീൻ്റെ ആ സ്വത്ത് കവർച്ചയിൽ പെടാതിരിക്കാൻ വേണ്ടി, അപ്പോൾ കവർച്ച എന്ന ബുദ്ധിമുട്ടിന് വേണ്ടി. ഔ നഹ്വിഹി,
അങ്ങനെ പറ്റും. ലിലുസൂം ലിർത്തിഹാനി ഹിദിനത്ത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ പണയം സ്വീകരിക്കൽ നിർബന്ധമാണല്ലോ. വലോകാനത്തിൽ അയനുൽ മറുഹൂനത്തു പണയം വെക്കപ്പെടുന്ന വസ്തുവാണെങ്കിലും ജുസ്അൻ മുഷാഅൻ ഒരു കൂട്ടുസ്വത്തിൻ്റെ ഭാഗമാണെങ്കിലും ഔ ആരിയത്തൻ അല്ലെങ്കിൽ വായ്പയാണെങ്കിലും വൈലം യുസ്വറഹ് ബിൽ അഫ്ദിഹ വായ്പ എന്ന പദം വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സഹിയാകും. പണയം വെക്കുമ്പോൾ ഇത് പണയാണെന്ന് അവനോട് പറയണമെന്നൊന്നുമില്ല, അല്ല വായ്പയാണ് എന്ന് ഉടമസ്ഥനെ അറിഞ്ഞാൽ മതി. കാലഹു മാലിക്കുഹ വായ്പ വസ്തുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഇർഹൻഹ ബിദൈനിക്ക എൻ്റെ കടത്തിന് പകരം നീ പണയം വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ നിഹുസൂലി തവസ്തു ഖിബിഹ ആര്യത്ത് പറ്റുമെന്ന് പറയാൻ കാരണം എന്താ, അതുകൊണ്ടും ഒരു ഉറപ്പ് ലഭിക്കുമല്ലോ. യസിഹു ഇജാറത്തു നഖ്ദി ലിദാലിക് ഇതിനു വേണ്ടി സ്വർണം വെള്ളി വായ്പ നൽകലും സഹിയാണ് അലൽ ഔജഹി. വൈൻ മനായന ഇയാർത്തൗലി ഗൈരി ദാലിക അതിനു വേണ്ടിയല്ലാതെ പണയം വെക്കാൻ വേണ്ടിയല്ലാതെ വായ്പ നൽകാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും പണയം വെക്കാൻ വേണ്ടി വായ്പ കൊടുക്കുക, അതൊക്കെ ഒരു അത്യാവശ്യങ്ങളല്ലേ. സ്വർണം വെള്ളിയൊക്കെ പണയം വെച്ചാലല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ. ഫേസിഹു റൗനു മുആരിൻ വായ്പ വസ്തുവിനെ പണയം വെക്കാം ബിദിനി മാലിക്കിൻ ഉടമസ്ഥൻ്റെ സമ്മതത്തോടെ ബിഷർത്തി മാരിഫത്തിഹി അൽ മുർത്തഹിന വ ജിൻസദ്ദൈനി വ ഖദറുഹു 3 ഷർത്തുണ്ട്. പണയം സ്വീകരിക്കുന്ന ആൾ അറിയണം, കടത്തിൻ്റെ വർഗ്ഗം അറിയണം, അളവും അറിയണം. ഞാൻ ജവാഹിറിലുണ്ട് ലോ ഖാലഹു ഒരു വ്യക്തി മറ്റൊരാളോട് പറഞ്ഞു ഇർഹൻ അബ്ദി എൻ്റെ അടിമനെ പണയം വെച്ചോ എന്ന് പറഞ്ഞു. ബിമാ ശീത്ത നിനക്ക് തോന്നുന്ന സംഖ്യക്ക് സഹ ഇർഹനഹു പണയം വെക്കാൻ പറ്റും ബിഅക്തറ മിൻ ഖീമത്തിഹി അധിക വിലക്ക്. ഇന്തഹ ഒരു അയ്യന ഖദ്റൻ ഒരു പ്രത്യേക അളവ് നിശ്ചയിച്ചാൽ ഫർഹന ബിദൂനി അതിനേക്കാൾ കുറഞ്ഞ സംഖ്യക്ക് പണയം വെച്ചാൽ പറ്റും. വലാ റജ്വാൽ മാലിക്കിന് പിന്മാറാൻ പറ്റില്ല. ബാദ ഖബ്ദിൽ മുർത്തഹിന് വാങ്ങിയതിന് ശേഷം അല്ല ആരിയത്ത വായ്പ വസ്തുവിനെ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.